ഒരു കുടുംബത്തിന് മന്ത്രവാദത്തിലുള്ള അമിത വിശ്വാസത്തിൽ സംഭവിച്ചത് 2 കൊലപാതകങ്ങളാണ്. കട്ടപ്പന നെല്ലാനിക്കൽ വിജയനും ഇയാളുടെ മകളുടെ നവജാത ശിശുവുമാണ് കൊല്ലപ്പെട്ടത്. ആഭിചാരക്രിയകൾ നടത്തി കുടുംബത്തെ വരുതിയിൽ നിർത്തിയിരുന്ന പുത്തൻപുരയ്ക്കൽ നിതീഷാണ് കേസിലെ മുഖ്യപ്രതി. കുപ്രസിദ്ധമായ കട്ടപ്പന ഇരട്ടക്കൊല കേസിൽ 1.5 വർഷത്തിനു ശേഷം വിചാരണ ഈ മാസം 25-ന് തുടങ്ങും. മാർച്ച് 2-നാണ് കട്ടപ്പനയിൽ നടന്നൊരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് പുത്തൻപുരയ്ക്കൽ നിതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിൽ കൂടുതൽ തെളിവെടുപ്പിനായി നിതീഷ് താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയപ്പോഴാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിന്റെ കൂടുതൽ സൂചനകൾ ലഭിച്ചത്. വീടിനുള്ളിൽ പോലീസ് സംഘം പരിശോധിച്ചപ്പോൾ അടിമുടി ദുരൂഹതയായിരുന്നു. നെല്ലാനിക്കൽ വിജയനെ ഭാര്യയെയും മകൻ വിഷ്ണുവിനെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയാണ് നിതീഷ് ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലെ മുറിക്കുള്ളിൽ കുഴിച്ചുമൂടി. അന്ന് മാർച്ച് മാസത്തിലെ ആ മോഷണ കേസിൽ നിതീഷിനൊപ്പം വിഷ്ണുവും പിടിയിലായിരുന്നു. പിന്നീട് നിതീഷിനെയും വിഷ്ണുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. വിജയനും ഭാര്യയ്ക്കും മന്ത്രവാദത്തിലുള്ള അമിത വിശ്വാസം മുതലെടുത്താണ് നിതീഷ് ആ കുടുംബവുമായി അടുത്തത്. പലതരത്തിലുള്ള പൂജകൾ നടത്തി ആ കുടുംബത്തെ നിതീഷ് അടിമയാക്കി. നിതീഷ് പറയുന്നതെന്തും വിജയനും കുടുംബത്തിനും പൂർണ്ണ വിശ്വാസമായിരുന്നു. ഇത് മുതലെടുത്ത് വിജയന്റെ മകളെ നിതീഷ് ഭാര്യയുമാക്കി. വിജയന്റെ മകളിൽ നിതീഷിന് 2016 ജൂലൈയിലാണ് ആൺകുഞ്ഞ് ജനിക്കുന്നത്. ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് നിതീഷ് തന്നെയാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന സമയം കാലിലും കൈകളിലും പിടിച്ചിരുന്നത് വിജയനും മകൻ വിഷ്ണുവും. കുഞ്ഞിനെ ഗന്ധർവന് നൽകുന്നു എന്ന് വിശ്വസിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. മൃതദേഹം സാഗര ജംഗ്ഷന് സമീപമുള്ള വിജയന്റെ വീട്ടിൽ കുഴിച്ചിട്ടുവെന്ന് നിതീഷ് ആദ്യം മൊഴി നൽകി. പോലീസ് ഇവിടെ കുഴിച്ചു പരിശോധിച്ചെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ മൃതദേഹം എടുത്ത് കത്തിച്ച് ചാരം കട്ടപ്പനയാറിൽ ഒഴുക്കിയെന്ന് മൊഴി മാറ്റി. കക്കാട്ടുകടയിൽ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിതീഷ് കൈവശം വെച്ചിരുന്ന മന്ത്രവാദം സംബന്ധിച്ച പുസ്തകങ്ങളും ആഭിചാര ക്രിയകൾക്കുള്ള സാധനങ്ങളുമൊക്കെ കണ്ടെത്തിയിരുന്നു. 2023 ഒക്ടോബറിലാണ് വിജയനെ നിതീഷ് ചുറ്റിയ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. ഈ വാടക വീട്ടിലെ മുറിക്കുള്ളിൽ കുഴിച്ചുമൂടിയിരുന്ന മൃതദേഹം പിന്നീട് പോലീസ് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. വർഷങ്ങളോളം നിതീഷും വിജയന്റെ മകളും ഒരു മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. വീടിനുള്ളിൽ ആരും പരസ്പരം കണ്ടുമുട്ടാതിരിക്കാൻ നിതീഷ് പല സൂത്രപ്പണികളും ഇറക്കി. ചില ദിവസങ്ങളിൽ ഗന്ധർവന്റേതെന്നും ദൈവത്തിൻ്റെതുമെന്ന പേരിൽ വീട്ടിലുള്ളവർക്ക് നിതീഷ് സന്ദേശങ്ങളും അയക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം അന്ധമായി വിശ്വസിച്ചാണ് കുടുംബത്തിലുള്ളവർ നിതീഷിനൊപ്പം കഴിഞ്ഞിരുന്നത്. കൊലപാതകം, ബലാത്സംഗം, മോഷണം ഉൾപ്പെടെ 6 കേസുകളാണ് നിതീഷിനെതിരെ കട്ടപ്പന പോലീസ് എടുത്തത്. നിതീഷിന്റെ ഭീഷണിയിൽ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചത്. കൊടും കുറ്റവാളിയായ നിതീഷ് രക്ഷപ്പെടാതിരിക്കാൻ വിജയന്റെ ഭാര്യയെയും മകനെയും മാപ്പ് സാക്ഷികളാക്കി. 2024 ജൂലൈ 13 സമർപ്പിച്ച കുറ്റപത്രമാണെങ്കിലും ഈ വർഷം ഒക്ടോബർ 25-നാണ്
അതിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.